സുജാത വന്നിട്ടുണ്ട്. മരണവീട്ടിൽ ആ പേര് കേട്ടതും അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന അവരൊക്കെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. കണ്ടവന്റെ കൂടെ കിടക്കാൻ പോയവളൊന്നും ഈ പടിക്കകത്തേക്ക് കയറണ്ട. വീടിനുള്ളിൽ നിന്ന് ഉറക്കെയുള്ള ആ ശബ്ദം കേട്ടതും സുജാത ഭയന്നുപോയി. അവളുടെ കണ്ണുകൾ മരണവീട്ടിൽ ചുറ്റിനും തിരഞ്ഞു. ഒടുവിൽ തളർന്നിരിക്കുന്ന തന്റെ 2 കുഞ്ഞുമക്കളുടെ മേലെത്തി. അവരെ നോക്കി ദയനീയമായി ഒന്ന് ചിരിച്ചപ്പോൾ അവർ മുഖം തിരിച്ചു. അതോടെ സുജാതയ്ക്ക് ഇനി താൻ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. മെല്ലെ പുറത്തേക്ക് നടന്നു. ഒരിക്കൽ ഈ വീട് തന്റെ സ്വർഗമായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്നേരം ഉണ്ടായില്ല. ശങ്കരൻകുട്ടി ചേട്ടനും താനും തങ്ങളുടെ 2 മക്കളും അത്യാവശ്യം നന്നായി തന്നെയാണ് ഇവിടെ കഴിഞ്ഞു പോന്നത്. 10ാം ക്ലാസ് തോറ്റ തുന്നലിന് പോകുമ്പോൾ ആയിരുന്നു ശങ്കരൻകുട്ടി ചേട്ടന്റെ കല്യാണാലോചന വരുന്നത്. തന്നെക്കാൾ ഒത്തിരി പ്രായക്കൂടുതലുള്ളതുകൊണ്ടും ഒത്തിരി ഭംഗിയില്ലാത്തതുകൊണ്ടും സുജാതയ്ക്ക് കല്യാണാലോചന ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ 4 പെൺകുട്ടികളിൽ രണ്ടാമത്തവളെ ആരുടെയെങ്കിലും തലയിലൊന്ന് കെട്ടിവെച്ചാൽ മതിയെന്ന് കരുതുന്ന ആങ്ങളമാർ അവളെ നിർബന്ധിച്ച് ശങ്കരൻകുട്ടിയുമായുള്ള വിവാഹം നടത്തി. അയാളുടെ പെങ്ങന്മാരെ മുഴുവൻ കല്യാണം കഴിച്ച് വീട്ടിൽ ശങ്കരൻകുട്ടിയും വയസ്സായ അമ്മയും മാത്രം. അമ്മ സ്വന്തം കാര്യം നോക്കി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിക്കോളും. അമ്മയുടെ ഭാഗത്തുനിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ശങ്കരൻകുട്ടി ജോലി കഴിഞ്ഞ് അല്പം മദ്യപിക്കും. എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും ഒരു ചെറിയ വഴക്കുണ്ടായാലായി. അത് അല്പം കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. ഇതിനിടയിൽ മൂത്ത മകൾ ജനിച്ചു. അതിൽ പിന്നെയാണ് ശങ്കരൻകുട്ടിയുടെ അമ്മ ഒട്ടും വയ്യാതായതും അവരെ വിട്ടുപോയതും. ഉടനെ അയാളുടെ 2 പെങ്ങന്മാരും സ്വത്തിനു വേണ്ടി വന്നു. വീടും സ്ഥലവും ഭാഗം വെച്ച് വീടും അതിന് ചേർന്നിരിക്കുന്ന കുറച്ച് സ്ഥലവും ശങ്കരൻകുട്ടിക്ക് ബാക്കി സ്ഥലം 2 പെങ്ങന്മാർക്കുമായി വീതിച്ചു. അതോടെ പിന്നെ കുറച്ച് ലോണും മറ്റും എടുത്ത് ആ വീട് ശങ്കരൻകുട്ടി ഒന്നുകൂടി പുതുക്കി പണിതു. ഇതിനിടയിൽ ഒരു മകനും പിറന്നു. ജോലി ചെയ്ത് അത്യാവശ്യം നന്നായി തന്നെ കുടുംബം മുന്നോട്ടു പോയി ശങ്കരൻകുട്ടി. ഇതിനിടയിൽ സുജാത അടുത്തുള്ള ഒരു കടയിൽ തയ്ക്കാൻ വേണ്ടി പോയിരുന്നു. വിവാഹത്തിനു മുൻപ് അത്യാവശ്യം നന്നായി തയ്ക്കാൻ പഠിച്ചതുകൊണ്ട് അവൾക്ക് അവിടുന്ന് തെറ്റില്ലാത്ത വരുമാനം കിട്ടിത്തുടങ്ങി. ആ ഇടയ്ക്കാണ് അവിടെ അടുത്തുള്ള ഒരു വലിയ പാടം പാട്ടത്തിനെടുക്കുന്നതും കൃഷി ഇറക്കുന്നതും. ട്രാക്ടർ വെച്ച് ഉഴുതുമറിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ജോസ് ആ നാട്ടിലേക്ക് എത്തുന്നത്. അവിടെയുള്ള ജോലിക്കാർക്കെല്ലാം ഭക്ഷണം ഏർപ്പാട് ചെയ്ത് സുജാത പോകുന്ന കടയുടെ തൊട്ടടുത്തുള്ള ഹോട്ടലിലായിരുന്നു. അവിടേക്ക് വരുമ്പോഴെല്ലാം ജോസ് സുജാതയോട് ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങി. ഇടയ്ക്ക് അവളുടെ രൂപഭംഗി ആസ്വദിക്കാനും അതിനെക്കുറിച്ചുള്ള കമന്റുകളും അയാൾ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ദേഷ്യം ഭാവിച്ചെങ്കിലും പിന്നീട് സുജാത അത് ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. നീയാണ് പെണ്ണ്. ഏതാണൊരുത്തനും ഒന്ന് നോക്കി നിൽക്കാൻ മാത്രമുള്ളതെല്ലാം നിന്നിലുണ്ട് എന്നയാൾ പറഞ്ഞപ്പോൾ നാണത്തോടെ വീട്ടിൽ വന്ന് കണ്ണാടിയിൽ സ്വന്തം രൂപം നോക്കി ആസ്വദിച്ചു അവൾ. ശങ്കരൻകുട്ടി അവളെ ഒന്ന് പരിഗണിച്ചിട്ട് നാളുകളേറെയായി. കുടുംബത്തിന്റെ പ്രാരാബ്ദം മുഴുവൻ തലയിലേറ്റി അയാൾക്ക് അന്ത്യാകുന്നത് വരെ ജോലി ഉണ്ടാകും. അത് കഴിഞ്ഞ് ഷാപ്പിലൊന്ന് കയറി 2 എണ്ണം അടിച്ച് വീട്ടിലെത്തി ചോറും കഴിച്ച് കിടന്നുറങ്ങും. ഇതിനിടയ്ക്ക് അപൂർവം മാത്രമായി അയാൾ സുജാതയെ തേടി വരും. ഈ സമയമെല്ലാം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് ജോസിന്റെ മുഖമാണ്. തന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്ന, തന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കുന്ന ഒരാളെ അവളുടെ മനസ്സ് ആഗ്രഹിച്ചു തുടങ്ങി. ജോസിന്റെ അവിടുത്തെ പണി തീർന്ന് അയാൾ പോകുമ്പോൾ അയാളുടെ കൂടെ സുജാതയും ഉണ്ടായിരുന്നു, മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചുകൊണ്ട്. ശങ്കരൻകുട്ടിയെക്കൊണ്ട് ആ വാർത്ത ഉൾക്കൊള്ളാനായില്ല. അയാൾ കുടിയനായി, കുടിച്ച് നശിക്കാൻ തുടങ്ങി. മക്കളുണ്ട്, അവർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണമെന്ന് കുടുംബക്കാർ പറഞ്ഞതൊന്നും അയാൾ കേട്ടില്ല. ഒടുവിൽ കുടിച്ചെവിടെയോ വീണ് കാലിൽ മുറിവുണ്ടായി. അത് ചികിത്സിക്കാതെ പഴുത്ത് വലിയ വ്രണമായി തീർന്നു. അതിൽ ഈച്ചയും പുഴുക്കളും വന്നു. ദുർഗന്ധം കൊണ്ട് ആരും ശങ്കരൻകുട്ടിയുടെ അടുത്തേക്ക് അടുക്കാതെയായി. എന്നിട്ടും അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു. അടുത്തുനിന്ന് പോകാൻ വേണ്ടി ആളുകൾ അയാൾക്ക് പണം നൽകി. അതുകൊണ്ട് വീണ്ടും അയാൾ കുടിച്ചു. സഹോദരങ്ങൾക്ക് അയാൾ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുചെന്നു. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരുന്നു. ഡോക്ടർമാർ 1 മാസം കൂടി അയാൾ ജീവിക്കുമെന്ന് വിധിയെഴുതി. വ്രണമായ കാല് മുറിച്ചു നീക്കി. ഇതിനിടയിൽ ജോസിനൊപ്പം പോയവൾ ശരിക്കും നരകം എന്താണെന്ന് കണ്ടു. ആദ്യത്തെ പുതുമയെല്ലാം തീർന്നപ്പോൾ അയാൾക്ക് അവളൊരു ബാധ്യതയായി. അടുത്തവളെയും കൂട്ടി അയാൾ വീട്ടിലേക്ക് വന്നു. അവിടെ സുജാത ഒരു അധികപ്പറ്റായി. എന്നും ഉപദ്രവം. കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ വിളിച്ച് അവളെ അയാൾ കൊല്ലാക്കൊല ചെയ്തു. തിരിച്ച് ശങ്കരൻകുട്ടിയുടെ അടുത്തേക്ക് തന്നെ പോയാലോ എന്ന് 100 തവണ അവൾ ചിന്തിച്ചു. അല്ലെങ്കിൽ പിന്നെ മരണമാണ് നല്ലത് എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശങ്കരൻകുട്ടി മരിച്ചു എന്ന് ആരോ വഴി അവൾ അറിയുന്നത്. അയാളെ കാണാൻ വേണ്ടി ഓടിച്ചെന്നതാണ്. എന്നാൽ അവർ ആരും അവളെ ശങ്കരൻകുട്ടിയെ കാണാൻ അനുവദിച്ചില്ല. പുഴുത്ത പട്ടിയെപ്പോലെ ആട്ടിയോടിച്ചു. മക്കൾക്ക് പോലും തന്നെ വേണ്ട എന്ന് അവൾക്ക് മനസ്സിലായി. പിറ്റേ ദിവസം പേപ്പറിൽ
ട്രെയിൻ ട്രാക്കിൽ ഛിന്നഭിന്നമായി കിടന്ന ഒരു യുവതിയുടെ വാർത്തയുണ്ടായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.